നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമുദ്രാവിഷൻ ചില ചിത്രങ്ങൾ പകർത്തിയിരുന്നു. മറ്റൊന്നുമല്ല, ചിറക്കര പഞ്ചായത്തിൽ നടന്ന പേവിഷബാധയെ പറ്റിയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കൊല്ലം ബീച്ച് സന്ദർശിക്കാൻ ഇടയായപ്പോൾ കാണുന്ന കാഴ്ച 50-ലധികം പട്ടികളോളം ബീച്ചിലെ പല ഭാഗങ്ങളിലായിട്ട് കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇത് സഞ്ചാരികളെ വളരെയേറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി ബീച്ച് എന്നറിയപ്പെടുന്ന കൊല്ലം ബീച്ചിൽ തെരുവ് നായ്ക്കളുടെ ശല്യം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. കൊല്ലം ബീച്ചിൻ്റെ പേരും പ്രശസ്തിയും വളരെ വലുതാണ്. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ, മഹാത്മാഗാന്ധി പാർക്ക്, ലൈഫ് ഗാർഡ് ഔട്ട് പോസ്റ്റുള്ള ചുരുക്കം ചില ബീച്ചുകളിലൊന്ന്, അങ്ങനെ നീളുന്നു പേരും പ്രശസ്തിയും. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കൊല്ലം ബീച്ച് വിനോദസഞ്ചാരികൾക്ക് മികച്ച ബീച്ച് സജ്ജീകരണത്തിൽ ബീച്ച് പ്രവർത്തനങ്ങളുടെ ഒരു നിര തന്നെ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ കൊല്ലത്തെ അറബിക്കടലിൻ്റെ ദൃശ്യം ആസ്വദിക്കാൻ ചെന്നാൽ തെരുവുനായയുടെ ആക്രമണം ഉറപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിറക്കര പ്രദേശം തെരുവുനായയുടെ ആക്രമണത്തിൽ ഭീതിയിലായിരുന്നു. തുടർന്ന് ആൻറ്റി റാബീസ് വാക്സിനേഷൻ അടിയന്തരമായി നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. അവിടെ ജനങ്ങളെ ആക്രമിച്ചപ്പോഴാണ് അടിയന്തര ഇടപെടൽ ഉണ്ടായത്. അതുപോലെ കൊല്ലം കോർപ്പറേഷനും DTPCയുമെല്ലാം ജനങ്ങളെ നായ്ക്കൾ ആക്രമിച്ചതിനു ശേഷം അടിയന്തര നടപടി സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണോ? വിനോദസഞ്ചാരികൾ കൂട്ടമായി ബീച്ച് സന്ദർശിക്കാൻ വരുമ്പോൾ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടാകും. ബന്ധപ്പെട്ട അധികാരികൾ എന്ത് സുരക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നത്? കൂട്ടമായി എത്തുന്ന വിനോദസഞ്ചാരികളെ കൂട്ടമായി ആക്രമിക്കാനാണോ കോർപ്പറേഷൻ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത്? പൊതുവെ അപകട സാധ്യത കൂടിയ ബീച്ചാണ്. അതിൻ്റെ കൂടെ ഈ തെരുവ് നായ്ക്കൾ ബീച്ചിൽ വരുന്നവരെ ആക്രമിക്കാൻ തുടങ്ങിയാൽ ഒരു രക്ഷയും ഉണ്ടാകില്ല. അറബിക്കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്ക് 8ന്റെ പണി ഉറപ്പാണ്. ജനങ്ങളുടെ ജീവനും സുരക്ഷയും സംരക്ഷിക്കേണ്ടുന്ന അധികാരികൾ ഇതൊക്കെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് നടപടിയൊന്നും സ്വീകരിക്കാതിരിക്കുന്നതെന്നാണ് സമുദ്രാവിഷനും ചോദിക്കാനുള്ളത്. ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്രാവിഷൻ.